Hello and welcome to FX Guide. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് ഒരു സ്ലൈഡർ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ പല വെബ്സൈറ്റുകളിലും എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അതിൽ നമുക്ക് സ്റ്റാർട്ടിങ് സ്ക്രീനിൽ തന്നെ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ രീതിയിലൊരു വീഡിയോ എന്തെങ്കിലും ഒരു കാര്യം സ്ലൈഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മിക്കവാറും ചില സൈറ്റുകളിൽ ആ രീതിയിലുണ്ടാവുക. ഒരു ഇമേജ് സ്ലൈഡ് 1 by 1 ആയിട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നത് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നാവിഗേറ്റർ, അതായത് ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് പോർഷനിലും റൈറ്റ് പോർഷനിലും നമുക്കൊരു ബട്ടൺസ് കാണാൻ പറ്റും. ആ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും, അതായത് എയറോ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് അത് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇമേജ് വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അത് നോർമൽ വെബ്സൈറ്റുകളിൽ പല രീതിയിലുള്ള കോഡിങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വേർഡ്പ്രസിൻ്റെ കേസിലാകുമ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന തീംസ്, അതുപോലെ തന്നെ അതിൻ്റെ ബേസിലുള്ള ടെംപ്ലേറ്റുകളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ആ ഒരു സ്ലൈഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എങ്ങനെയായാലും നമ്മുടെ ഒരു സൈറ്റിൽ നോർമലി ഏതെങ്കിലും ഒരു പോർഷനിൽ ഒരു സ്ലൈഡർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന, അതായത് വേർഡ്പ്രസ് അതിൻ്റെ ബേസ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന രീതി നേരത്തെ നോക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മുടെ വെബ്സൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് ആപ്ലിക്കേഷനിലേക്ക്, വേർഡ്പ്രസ് ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ലോക്കൽ ഹോസ്റ്റ്. ഇവിടെ മറ്റൊരു പ്രൊജക്റ്റിൻ്റെ പേര് കാണുന്നുണ്ട്. അതിന് പകരം നമുക്ക് WP സൈറ്റ് 1 ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പ്രൊജക്റ്റ് നെയിം. അപ്പോൾ അതിൻ്റെ അഡ്മിൻ സ്ക്രീനിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അഡ്മിൻ സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡ് അവൈലബിൾ ആവുള്ളൂ. സോ അഡ്മിൻ എന്ന് കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അഡ്മിൻ ഒന്നെങ്കിൽ നമുക്ക് WP-admin എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ അഡ്മിൻ ടൈപ്പ് ചെയ്യാം. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കാണുന്ന അതേ രീതിയിലുള്ള ഒരു പേജ് തന്നെയാണ് കാണിക്കുക. ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് തന്നെയാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അവിടെ നമുക്ക് അഡ്മിൻ എന്ന് കൊടുക്കാം. അഡ്മിൻ. പാസ്വേഡ് ഞാൻ കൊടുത്തിരിക്കുന്ന ASDF123* എന്ന് തന്നെയാണ്. അത് ലോഗിൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന തീംസ്, അതുപോലെ തന്നെ ടെംപ്ലേറ്റുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് താഴെ കാണുന്ന സ്ക്രോളർ എടുത്തു കഴിഞ്ഞാൽ അവിടെ അപ്പിയറൻസിൽ തീംസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആസ്ട്രയുടെ ഒരു തീമാണ് ആക്റ്റീവ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? ആസ്ട്ര. അപ്പോൾ ആസ്ട്രയിൽ നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്നുള്ള മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഏത് ടെംപ്ലേറ്റ് മോഡലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് DNK, അതായത് ബ്രാൻഡ് സ്റ്റോർ എന്ന് കാണുന്ന ഒരു ടെംപ്ലേറ്റ് മോഡലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ മൈ സൈറ്റ്, വിസിറ്റ് സൈറ്റ്. ഒന്നെങ്കിൽ അവിടെ നേരിട്ട് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ഓപ്പൺ ഇൻ ന്യൂ ടാബ്. അപ്പോൾ ഓപ്പൺ ഇൻ ന്യൂ ടാബ് കൊടുക്കുന്ന സമയത്ത് ആ സൈറ്റിൻ്റെ മോഡൽ, ഈ മോഡലിൽ ഞാൻ വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. കാരണം ഞാനിവിടെ സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി മാത്രമാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെനൂസ്, പേജസ് ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം. അതുപോലെ ലോഗോ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, ഈ കണ്ടൻറ്റൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. ആ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചേഞ്ച് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു ഡിസൈന് കാണുന്നത്. നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് മുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിന് കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് നമുക്കൊരു സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കാണുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്കൊരു സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമുക്കൊരു
സ്ലൈഡർ പ്ലഗിൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈറ്റിൻ്റെ പേര് നമുക്ക് സ്മാർട്ട് സ്ലൈഡർ 3 എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. പുതിയ ടാബ് എടുക്കുക, സ്മാർട്ട് സ്ലൈഡർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പേര് സ്മാർട്ട് സ്ലൈഡർ 3.com എന്നാണ്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ സ്ലൈഡറിൻ്റെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ സൈറ്റ്, സ്മാർട്ട് സ്ലൈഡർ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൈറ്റ്. നമുക്കിവിടെ ഫ്രീ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫ്രീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേർഡ്പ്രസ് സ്ലൈഡർ, അതുപോലെ തന്നെ ജൂംല, 2 എഡിഷൻസ്. ഇതിൽ നമുക്ക് വേർഡ്പ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേർഡ്പ്രസ് സ്ലൈഡർ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് പേജ്. ഓക്കെ, ശേഷം നമ്മൾ സ്മാർട്ട് സ്ലൈഡർ 3 ഫോർ വേർഡ്പ്രസ്, ഇവിടെ നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ന്യൂസ് ലെറ്റേഴ്സിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ ചോദിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആൻഡ് സബ്സ്ക്രൈബ് കൊടുക്കാം. നമുക്കത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട എന്നാണെങ്കിൽ നോ ജസ്റ്റ് വാണ്ട് ടു ഡൗൺലോഡ്, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ സ്മാർട്ട് സ്ലൈഡർ 3, ഞാൻ ഓൾറെഡി ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 1 എന്നുള്ള രീതിയിൽ കൂടെ ഇത് കാണിക്കുന്നത്. ഇത് ഫുള്ള് ഡൗൺലോഡ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് തന്നെ പോവാം. അവിടെ നമുക്കൊരു പ്ലഗിൻ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നമുക്കിവിടെ പ്ലഗിൻ സെക്ഷനിൽ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് ഉള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നമുക്കൊരു പുതിയ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാം. വേർഡ്പ്രസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ്, നിലവിലെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആഡ് ന്യൂ. ഓക്കെ, വേർഡ്പ്രസ്സിൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ നോക്കിയതാണ്. സെർച്ച് പ്ലഗിൻ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ സിപ്പ് ഫയൽ എടുത്തതുകൊണ്ട് അപ്ലോഡ് പ്ലഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്ലോഡ് പ്ലഗിൻ, ശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യാം. ചൂസ് ഫയലിൽ ഡൗൺലോഡ് സെക്ഷനിൽ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡൗൺലോഡ് സെക്ഷനിൽ സ്മാർട്ട് സ്ലൈഡർ 3 അവൈലബിൾ ആണ്. ഞാൻ 2 തവണ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 1 എന്ന് കാണിക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സ്മാർട്ട് സ്ലൈഡർ 3 നമ്മുടെ വേർഡ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആകുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾഡ് ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്മാർട്ട് സ്ലൈഡർ 3 ഓക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു സ്മാർട്ട് സ്ലൈഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡാഷ്ബോർഡ് ഓർഗനൈസിങ് ഏരിയയിൽ ഓക്കെ അവിടെ നമുക്ക് സ്മാർട്ട് സ്ലൈഡർ കൂടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, സ്മാർട്ട് സ്ലൈഡർ. അതിന് സ്മാർട്ട് സ്ലൈഡറിൻ്റെ ഡാഷ്ബോർഡ് എടുക്കാം. നമുക്ക് ഒരു പുതിയ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്മാർട്ട് സ്ലൈഡറിൻ്റെ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. ഡാഷ്ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്ന സ്ക്രീനിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമുക്ക് ട്യൂട്ടോറിയൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടോറിയൽ കണ്ടു നോക്കിയതിന് ശേഷം അത് ചെയ്ത് നോക്കാം.
ഇപ്പം നമുക്ക് ട്യൂട്ടോറിയൽ എനിക്ക് ആവശ്യമില്ല. സോ പുതിയ ഒരു പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് കൊടുക്കാം. ഓക്കെ, കാണുന്ന ബോക്സിൽ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്, സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് കൊടുക്കുക. സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് നമ്മുടെ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ കണ്ടിരുന്ന സ്റ്റാർട്ട് വിത്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടെംപ്ലേറ്റ് മോഡലുകൾ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ടാബുകളുണ്ട്. ഓള്, ഫ്രീ, ഫുൾ വിഡ്ത്ത്, ഫുൾ പേജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫുൾ വിഡ്ത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫുൾ വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫുൾ വിഡ്ത്ത്, അതായത് ഫുള്ളായിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രീമിയം ഓപ്ഷൻസ് ഉണ്ട്. പ്രോ ഓൺലി. ഓക്കെ, പ്രീമിയം, അത് പെയ്ഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ലൈഡുകളാണ് ഇതൊക്കെ. ഇതിൽ നമുക്ക് ഏത് വേണ്ടിയെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓരോന്നിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് ഫ്രീ ഉണ്ട്. ഫ്രീ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും. അത് ഫിൽട്ടർ ചെയ്ത് ഫുൾ വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ സൈറ്റിന് വിഡ്ത്തിന് കണക്കായിട്ടുള്ള രീതിയിലാണ് അവൈലബിൾ ആവുക. നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് അതിന് കണക്കായിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ ഫുൾ പേജ് എടുത്തു കഴിഞ്ഞാൽ ആ പേജിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുക. ഞങ്ങളുടെ ഫുൾ വിഡ്ത്ത് എടുത്ത് നോക്കാം. ഓക്കെ, ഫുൾ വിഡ്ത്തിൽ ഞാൻ എടുക്കുന്നത് ഈ ഗ്രേഡിയന്റ് സ്ലൈഡറാണ്, ഒരു ഇമേജ് കണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഇമേജ്, അതിൻ്റെ സാമ്പിളിംഗ് ആണ് ഈ കാണുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൽ നമുക്ക് കളറ്, സ്ലൈഡിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് കൊടുക്കാം. സ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഏത് രീതിയിൽ മാറ്റി കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡലിലേക്കാണോ വേണ്ടത് അതിന് കണക്കായിട്ട് മാറ്റി കൊടുക്കും. ഞാനിപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ കണ്ടന്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡർ റെഡിയാണ്. നമുക്കിവിടെ ഡാഷ്ബോർഡ് എടുക്കാം. ഡാഷ്ബോർഡ് എടുത്തതിന് ശേഷം നമ്മുടെ നിലവിലുള്ള വെബ്സൈറ്റ് ആപ്ലിക്കേഷനിലേക്ക് ഈ സ്ലൈഡറിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഡാഷ്ബോർഡ്, ഈ സൈറ്റ് നമുക്കൊന്ന് ലൈവ് നോക്കാം. വിസിറ്റ് സൈറ്റ് കൊടുത്ത് നോക്കാം. വിസിറ്റ് സൈറ്റ്, ഓപ്പൺ ന്യൂ ലിങ്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക്, എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീച്ചേർഡ് പ്രൊഡക്റ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഫീച്ചേർഡ് പ്രൊഡക്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഈ സ്ലൈഡിനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ സൈറ്റ് സെറ്റിംഗ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ സൈറ്റ് സെറ്റിംഗ് എന്നുള്ള ഈ കാണുന്ന പാനൽ ഇവിടെ ക്ലോസ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ മാത്രമേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
ലോഡാകുന്നുണ്ട്. ലോഡായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കണ്ടന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ മുകളിലാണ് നമുക്ക് സെക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഈ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെനൂസിനൊക്കെ ചിലപ്പോൾ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത പോലെ ഫീച്ചേർഡ് പ്രൊഡക്റ്റ് ഈ കാണുന്ന ഭാഗത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. ഈ കാണുന്ന ആഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് സെക്ഷൻ വന്നിട്ടുണ്ട്. ഈ ആഡ് സെക്ഷനിലേക്ക് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബാറിൽ നിന്ന് നമുക്ക് സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ സ്ലൈഡ്സ് കാണുന്നുണ്ട്, ബട്ട് അത് നമുക്ക് എടുത്തതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള പേരിൽ തന്നെ നമുക്കൊരു ഐക്കൺ, ഒരു ചെറിയൊരു ഐക്കൺ അവൈലബിൾ ആയിരിക്കും. കണ്ടില്ലേ, സ്മാർട്ട് സ്ലൈഡർ. ഈ കണ്ടന്റ് തന്നെ നമുക്ക് സ്മാർട്ട് സ്ലൈഡർ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ സ്മാർട്ട് സ്ലൈഡർ ഡ്രാഗ് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, അവിടെ ഈ കാണുന്ന സെക്ഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ലൈഡർ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ ഏതാണ് സ്ലൈഡർ വേണ്ടതെന്നുള്ളതാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക, കാരണം നമ്മൾ അതായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇൻസർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷനിലേക്ക് നമ്മുടെ സ്ലൈഡർ ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലൈവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഈ എൻ്റെ മൗസ് പോയിന്റർ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബട്ടൺ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ശേഷം മൈ സൈറ്റ്, വിസിറ്റ് സൈറ്റ്. ഓക്കെ, നമ്മുടെ സ്ക്രീനിൽ ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സ്ലൈഡ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റായി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് പോകും. മാനുവൽ സ്ലൈഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സ്ലൈഡറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എടുത്ത ടെംപ്ലേറ്റ് ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ലൈഡ് അതിൻ്റെ ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ലൈബ്രറിയിൽ നിന്ന് ഓട്ടോമാറ്റിക് ടെംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മാനുവലായിട്ടായിരിക്കും, അതുകൊണ്ടാണ് കുറച്ച് ടൈം കഴിഞ്ഞാലും അത് മൂവ് ആവുന്നത്. അടുത്തടുത്ത സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് മൂവ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഒരു ടെംപ്ലേറ്റിലേക്ക്, വെബ്സൈറ്റ് ടെംപ്ലേറ്റുകളിലേക്ക് നമ്മുടെ സ്ലൈഡർ, സ്മാർട്ട് സ്ലൈഡർ എന്നുള്ള പ്ലഗിൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൈറ്റ്, എപ്പോഴും നമ്മുടെ സൈറ്റ് വർക്ക് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പറേഷൻ വർക്കൊക്കെ കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ വരിക, അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ അഡ്മിൻ കാണാൻ പറ്റും. അപ്പോൾ അത് ലോഗൗട്ട് ചെയ്തിട്ട് മാത്രം ക്ലോസ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഡാറ്റകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലോഗൗട്ട് നിർബന്ധമായിട്ടും ചെയ്യുക. നമ്മൾ ലൈവായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ലോക്കൽ മെഷീനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ലോക്കൽ മെഷീനിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ലൈവാക്കി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈവായിട്ട് തന്നെ നമുക്ക് ലൈവ് മെഷീനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എപ്പോഴും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലോഗൗട്ട് നിർബന്ധമായിട്ട് കൊടുക്കുക. ലോഗൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ സ്ക്രീനിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അതല്ലേ, അവിടെ വെച്ച് നമ്മൾ അഡ്മിൻ അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ ഡാഷ്ബോർഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ലൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.